പ്രയാസങ്ങൾ ശക്തമായി. മക്കയിൽ താമസിക്കുക എന്നുള്ളത് ചിന്തിക്കുന്നതിനപ്പുറത്തായിരുന്നു. ആ സമയത്ത് ഇനി എങ്ങോട്ട് പോകണമെന്നുള്ള ആലോചനയിൽ സക്കീഫ് ഗോത്രക്കാരെക്കുറിച്ച് ആലോചിച്ചു. തൻ്റെ വേരായി നിൽക്കുന്നവരാണ്. സക്കീഫുകാരുടെ അടുത്ത് പോയാൽ അവർ അഭയം തരും. തായിഫിലേക്ക് പോകാം. ഭൂമി നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. എല്ലാം കൊണ്ടും സമ്പന്നമായ ഭൂമി. മക്കയെപ്പോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടു കീഴെ ജനസാന്ദ്രതയാലും അല്ലെങ്കിൽ സമ്പന്നതയാലുമൊക്കെ നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് തായിഫ്. തായിഫിലേക്ക് പോയാൽ അവിടെ സംരക്ഷിക്കുവാൻ ആളുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ചെല്ലുകയാണ്. പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല അവരുടെ അടുത്തു നിന്നുള്ള മറുപടി. അവരവിടെ നിന്ന് ചെയ്ത കാര്യങ്ങൾ, അവരവിടെയുള്ള കുട്ടികളെ ഇളക്കിവിട്ടു, കല്ലെറിഞ്ഞു, അവിടുത്തെ കാലുകളിൽ നിന്ന് രക്തം പൊടിഞ്ഞു, പ്രയാസപ്പെട്ടു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, തങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഈ ജനതയെ നാമാവശേഷമാക്കുവാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്താമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഇന്നല്ലെങ്കിൽ അടുത്ത തലമുറയിലെങ്കിലും വിശ്വാസികളിൽ ആരെങ്കിലും ഒന്ന് വരുന്നതിന് നമ്മുടെ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനെ അവരെ ഇല്ലാതാക്കി കളഞ്ഞാൽ അങ്ങനെ ഒരു ഘട്ടം വരുമല്ലോ, അതുകൊണ്ട് അവരോട് നമുക്ക് ക്ഷമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ വഴി അവിടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.